ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യച്ചീരയില്ലേ, അഗസ്ത്യച്ചീരയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയും പൂക്കളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ പൂക്കൾ പറിക്കാനേ നമുക്ക് തോന്നത്തില്ല കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കളും 3-4 തണ്ട് ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിനൊരു കൂട്ട് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെക്കണം. ആദ്യം ഞാൻ അതങ്ങ് അരപ്പങ്ങ് മാറ്റി വെച്ചു കേട്ടോ, അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇല അതുപോലെ തന്നെ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ തോരൻ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇലകൾ അതുപോലെ ഇട്ടിട്ട് നമ്മുടെ പൂക്കൾ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൂവും ഇലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു കട്ടിയുണ്ട്, നമ്മുടെ മുരിങ്ങയില പോലെയല്ല. അപ്പോൾ ആ ഒരു കട്ടി ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആവി നന്നായിട്ട് കയറിയിട്ട് വേണം ഇത് വേവാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മളത് വെന്തതിന് ശേഷം അതിനെ കുറച്ച് അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ഈ മുട്ടയെന്ന് വെച്ചാൽ ഒരു മുട്ട 2 മുട്ടയ്ക്ക് ഫലം ചെയ്യും കേട്ടോ. 2 മഞ്ഞക്കരുവാണ് നമ്മുടെ ആ മുട്ടയിൽ കിട്ടിയത്. അത്യാവശ്യം നല്ല വലിയൊരു മുട്ടയായിരുന്നു കേട്ടോ. എന്നിട്ട് ആ മുട്ട നന്നായിട്ട് ചിക്കുക. ചിക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ അരപ്പില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ അടപ്പ് തുറക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. മുട്ടയുടെയും ആ അഗസ്തി ഇലയുടെയും ഒക്കെ നല്ലൊരു മണം വരും. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.